ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു പാക്ക് ഓപ്പണിംഗ് ആയിട്ടാണ് ഗൈസ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കയറിയിട്ടുണ്ട് ഗെയിമിലേക്ക് ഗൈസ്. ഇന്ന് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, കുറേ സംഭവങ്ങൾ കാണുന്നുണ്ട്. ഗൈസ്, നമുക്ക് 777 മില്യൺ ഡൗൺലോഡ് ആയതിൻ്റെ ഒരു ക്യാമ്പയിൻ വന്നിട്ടുണ്ട് ഗൈസ്. വേറെ എന്തൊക്കെയാണ് നമുക്ക് വന്നിട്ടുള്ളതെന്നൊക്കെ നോക്കാം. ഇതെന്താണ് ബുള്ളറ്റ് ഹെഡ്രാ? നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ, പാക്ക് നോക്കണം അതിനു മുമ്പ്. ഓക്കെ, നമുക്ക് നോക്കാം ഗൈസ്. ഇതെന്താണ്? ഗൈസ്, 777 കോയിൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലെയറിനെ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗൈസ്, ആ എപ്പിക് പ്ലെയർ കൂടാതെ ഇതിനകത്ത് കുറച്ച് ഫ്യൂച്ചർ കാർഡ്സ് ഉണ്ട്, അതായത് പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ കാർഡ്സൊക്കെ ഉണ്ട്. ഇതായാലും മേടിക്കുമോ എനിക്കറിയില്ല. എന്തായാലും ഞാൻ മേടിക്കാൻ ചാൻസ് ഇല്ല ഗൈസ്. അപ്പോൾ നിങ്ങളെല്ലാ പാക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. പിന്നെ നമ്മുടെ ബുള്ളറ്റ് ഹെഡർ, അതിനകത്ത് നമ്മുടെ ക്രിസ്റ്റിയാനോ റൊണാൾഡോ ഉണ്ട് ഗൈസ്. ഓക്കെ, പക്ഷേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റൊണാൾഡോ ഫോക്സിൻ്റെ ബോക്സ് ആയിട്ടാണ് ഗൈസ് വന്നേക്കണേ. അതാണ് ഒരു എന്താ പറയുക, എന്തായാലും റൊണാൾഡോയുടെ ഒരു നല്ല കാർഡാണെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കിനി പ്ലെയർ ഓഫ് ദി വീക്ക് നോക്കുവാണെങ്കിൽ പ്ലെയർ ഓഫ് ദി വീക്കിൽ ഗൈസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്ലേയേഴ്സൊക്കെ ഉണ്ട്. നമ്മുടെ 103 റേറ്റിൽ ഹാലൻഡ് ഉണ്ട്, സാക്കയുണ്ട്, ലെവൻഡോസ്കി ഉണ്ട്, ഡോക്കു ഉണ്ട്, കിമ്മിച്ച് ഉണ്ട്. അത്യാവശ്യം നല്ല പ്ലേയേഴ്സൊക്കെ ഉള്ളൊരു പ്ലെയർ ഓഫ് ദി വീക്കാണ് ഗൈസ്. ഓക്കെ, വന്ന പ്ലേയേഴ്സിനെ വെച്ചിട്ടാണ് അവന്മാർ കൊണ്ടുവന്നേക്കണേ. വേറെ ഇപ്പോൾ ഒന്നുമില്ല ഗൈസ്. വേറെ ഇനിയിപ്പോൾ നമുക്ക് മാച്ച് നോക്കണം. മാച്ചിനകത്ത് എന്താണ് വന്നേക്കണമെന്ന് നോക്കണം. അതിനു മുമ്പ് നമുക്ക് ഒബ്ജക്റ്റീവ് നോക്കണം ഗൈസ്. ഓക്കെ ഗൈസ്, ഒബ്ജക്റ്റീവാണ് കിടിലം. നമുക്ക് ഒബ്ജക്റ്റീവിൽ നിന്ന് തന്നെ 777 കോയിൻ കിട്ടുന്നുണ്ട്. ഫുള്ളും 7 വെച്ചിട്ടുള്ള കളികളാണ് ഗൈസ്. ഇതുണ്ടോ, 300 കോയിനൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതെന്തോ ലോഗിൻ ചെയ്താലൊക്കെയാണ് നമുക്ക് കിട്ടണം. പിന്നെ എന്തൊക്കെയോ മാച്ചിൻ്റെ ഇതൊക്കെ കളിച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് കംപ്ലീറ്റ് കഴിഞ്ഞാൽ അങ്ങനെയും കിട്ടും. അപ്പോൾ അതെന്തായാലും ഒരു നല്ല കാര്യമെന്ന് ഞാൻ പറയുള്ളൂ. കാരണം കൊനാമി നമുക്ക് തരാറുള്ളത് 10-20 കോയിനൊക്കെയാണ് നമുക്ക് തരാറുള്ളൂ. ഇതാദ്യമായിട്ടാണ് ഇത്രയും കോയിൻ നമുക്ക് തരുന്നത്. എന്തായാലും അത് ഭയങ്കര ഒരു സംഭവമായി പോയി. എന്തായാലും താങ്ക് യു കൊനാമി. ഓക്കെ, 777 കോയിൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഫുള്ളും 7 വെച്ചിട്ടുള്ള കളികളാണ് ഗൈസ്. കാരണം 777 മില്യൺ ഡൗൺലോഡ് ആയതിൻ്റെ ക്യാമ്പയിനാണ്, അതുകൊണ്ടാണ്. പിന്നെ മാച്ച് എന്താണ് നമുക്ക് നോക്കാം. ഇതിനകത്ത് എന്താണ് ഗൈസ്? ഇതിനകത്ത് ഒരു തേങ്ങയില്ലാന്ന് തോന്നുന്നു. ഇതിനകത്ത് ഫ്രീ സ്പിന്നൊന്നും ഇല്ല, അല്ലാണ്ട് മറ്റേ ട്രെയിനിങ് പ്രോഗ്രാമൊക്കെയാണ് ഗൈസ്. ഇതിനകത്ത് എന്താണ്? ഗൈസ്, ഇതിനകത്ത് എന്തോ 2 ഫ്രീ സ്പിന്നും കാര്യങ്ങളും കിടപ്പുണ്ട്. നമ്പർ 7 എന്ന് പറഞ്ഞാൽ എന്തോ ഫ്രീ സ്പിന്നാണ്. ഞാൻ പറഞ്ഞില്ലേ, ഫുള്ളും 7 വെച്ചിട്ടുള്ള കളിയാണ്. ഇതിനകത്ത് എൻകോഡ് സ്റ്റാർട്സിൻ്റെ ഫ്രീ സ്പിൻ കിടക്കുന്നുണ്ട്. ഇത് നേരത്തെ വന്നതാണ്. പിന്നെ വേറെ എന്താണ് ഗൈസ്? വേറെ കോയിൻ ഇവൻ്റ് നമുക്ക് നോക്കണം. കോയിൻ ഇവൻ്റ് എത്ര എണ്ണം വന്നിട്ടുണ്ടെന്ന് നോക്കണം. മിക്കവാറും ഒരു കോയിൻ ഇവൻ്റ് ഉണ്ടാവാനാണ് ചാൻസ്. ഇതിനകത്താണ് കോയിൻ ഇവൻ്റ്. ഇതിനകത്താണ് ഗൈസ് കോയിൻ ഇവൻ്റ്. 50 കോയിൻ ഇവൻ്റ് ഉണ്ട്. 50 കോയിൻ ഉണ്ട്, കളിച്ചെടുക്കണം. ഓക്കെ, ഇതിനകത്ത് കോയിനില്ല ഗൈസ്. കോയിനില്ല. അപ്പോൾ ഒരു 50 ക്ലബ് കോയിൻ്റെ ഇവൻ്റ് മാത്രമാണ് നമുക്ക് വന്നിട്ടുള്ളൂ. ഇതിനകത്തൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇതിനകത്തില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ആരെ കിട്ടിയെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. നിങ്ങൾ പാക്ക് ഓപ്പണിങ് ചെയ്തിട്ട് ആരെ കിട്ടിയെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, നമ്മുടെ പാക്ക് ഓപ്പണിങ് നടത്താം. ഓക്കെ, നമുക്ക് നമ്മുടെ പാക്ക് ഓപ്പണിങ്ങിലേക്ക് പോവാം ഗൈസ്. പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ ഇറക്കണം. ഏത് ഇറക്കണം ഗൈസ്? നമുക്ക് ഫസ്റ്റ് മറ്റേ പാക്ക് ഇറക്കാം ഗൈസ്. ഇതിനകത്ത് ആകെ 3 പ്ലേയേഴ്സേ ഉള്ളൂ. ഒന്ന് നമ്മുടെ ക്രിസ്റ്റിയാനോ റൊണാൾഡോ, പിന്നെ ഡിബ്രൂയിൻ, പിന്നെ സണ്ണ്. ഇവർ 3 പേരെ നമുക്ക് കിട്ടും ഗൈസ്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ. റൊണാൾഡോ ഗോൾ പോച്ചറാണ് ഇതിനകത്ത്. പക്ഷേ ഷോർട്ട് ടൈമിനകത്ത് ഫോക്സ് ഇൻ ദ ബോക്സ് ആയി പോയി. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഹെഡുള്ളൊരു കാർഡാണ് വന്നേക്കണേ ഷോർട്ട് ടൈം. ഇതാരാ നമുക്ക് ഫസ്റ്റ് ടൈം കിട്ടും? എനിക്ക് എൻ്റെ മനസ്സ് പറയണത് റൊണാൾഡോ ആണെന്നാണ് ഗൈസ് എൻ്റെ മനസ്സ് പറയുന്നത്. നമുക്ക് നോക്കാം ഇതാരാണ്. അല്ല ഗൈസ്, സണ്ണാണ്. അപ്പോൾ രണ്ടാമത് എനിക്ക് റൊണാൾഡോനെ കിട്ടും ഗൈസ്. ഓക്കെ, നമുക്ക് സണ്ണിന് അങ്ങനെ അടിച്ചിട്ടുണ്ട്. റോമിൻ ഫ്ലാങ്ക് എന്തോ ആണ് സണ്ണ്. അത്യാവശ്യം നല്ല കാർഡാണെന്ന് എനിക്ക് തോന്നുന്നു. കളിപ്പിച്ച് നോക്കണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഫ്രീ സ്പിൻ എന്തായാലും എടുക്കാം. അടുത്ത ഫ്രീ സ്പിൻ എന്തായാലും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതെന്തായാലും 3 പ്ലേയേഴ്സിന് നമുക്ക് എന്തായാലും ഷുവറായിട്ടും കിട്ടും ഗൈസ്. അതെല്ലാവർക്കും തന്നെ കിട്ടും. ഇതാരാണ്? റൊണാൾഡോ ആണ് ഗൈസ്. റൊണാൾഡോ നമ്പർ 7 ക്രിസ്റ്റിയാനോ റൊണാൾഡോനെ അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് ഡിബ്രൂയിനെ മാത്രമാണ് കിട്ടാനുള്ളൂ. ഡിബ്രൂയിനെ കിട്ടിക്കഴിഞ്ഞാൽ ഈ പാക്ക് നമ്മൾ വൈപ്പ് ഔട്ട് ആക്കി. ഓക്കെ,
എന്തായാലും നോക്കാം. എനിക്ക് തോന്നുന്നു ഗൈസ് നമ്മുടെ ഡിബ്രൂയിൻ മിക്കവാറും 100 റേറ്റ് കയറുമായിരിക്കും അല്ലേ? 100 റേറ്റ് കയറുമായിരിക്കും. റൊണാൾഡോ 99 എങ്ങാണ്ടാണ് പോണുള്ളൂ എന്നാണ് എനിക്ക് തോന്നണത്. സണ്ണ് എത്ര കയറുമെന്ന് എനിക്കറിയില്ല. സണ്ണും മിക്കവാറും 99 ആയിരിക്കും. ഓക്കെ, നമ്മളങ്ങനെ ഡിബ്രൂയിനെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിനായിട്ടുള്ള പാക്ക് ഓപ്പണിങ്ങിലേക്ക് കിടക്കാം ഗൈസ്. പ്ലെയർ ഓഫ് ദി വീക്കിൽ എനിക്ക് ടാർഗറ്റ് പറയാനാണെങ്കിൽ ടാർഗറ്റ് പറയാനേ നേരം ഉണ്ടാവുള്ളൂ. കാരണം എനിക്കിതിനകത്ത് സുവാരസൊക്കെ എന്തെങ്കിലും ഉണ്ട്. ഈ കാർഡ് എന്തെങ്കിലും ഉണ്ട് സുവാരസിൻ്റെ. പിന്നെ വേറെ ആരാണ് എന്തെങ്കിലും ഇതിനകത്ത് ഉള്ളത്? വേറെ ആരാണ്ടൊക്കെ ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ട്. ഇവനൊന്നും കിട്ടില്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. താഴെ കിടക്കുന്ന ആരും എനിക്ക് വേണ്ട കൊനാമി. നീ വെറുതെ സീൻ ഉണ്ടാക്കല്ലേ. എനിക്ക് മേളിൽ കിടക്കുന്ന ഹാലൻഡ് 103 റേറ്റഡ് ഹാലൻഡാണ്. കിഡിലൊരു കാർഡാണ് ഗൈസ്. ഓക്കെ, ഗോൾ പോച്ചറാണ്. 103 റേറ്റഡാണ്. ഹാലൻഡാണ് എൻ്റെ മെയിൻ ടാർഗറ്റ്. പിന്നെ സാക്കാനെ കിട്ടിയാലും കൊള്ളാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡോക്കു LMF ഡോക്കുവിനെ കിട്ടിയാലും അടിപൊളിയായിരിക്കും. ഹോൾ പ്ലെയറാണ്. നല്ല സ്റ്റാറ്റ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് ആരാന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും പാക്ക് ഓപ്പണിങ്ങിലേക്ക് കിടക്കാം. കൊനാമി പ്ലീസ് ഹാലൻഡിനെ തന്നോ? കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് ഹാലൻഡിനെ എടുക്കാൻ പറ്റില്ല. എനിക്ക് ഹാലൻഡിനെ കിട്ടിയ പോലുമില്ല. ഈ പ്രാവശ്യമെങ്കിലും എനിക്ക് ഹാലൻഡിനെ തരണം കൊനാമി. എൻ്റെ മനസ്സ് പറയണു എനിക്കിത് മിക്കവാറും ഹാലൻഡ് ആയിരിക്കും. ഹാലൻഡാന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് ഗൈസ്. നമുക്ക് എന്തായാലും ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ഫ്രീ സ്പിൻ എന്തായാലും എടുക്കാം. ഓക്കെ, ഡീറ്റെയിൽസ് നമുക്ക് ക്യാൻസലൊക്കെ ചെയ്തിട്ട് ഫ്രീ സ്പിൻ എടുത്തു നോക്കാം ഗൈസ്. എങ്ങാനും നമുക്ക് കിട്ടിയാലോ. ഇതെന്താണ്? പോട്ടെ. ഓക്കെ, ഹെർ വി ഗോ ഗൈസ്. ഹാലൻഡാണോ? ഹാലൻഡിനെ കിട്ടുമോ? നിങ്ങൾക്ക് ഹാലൻഡാണോ ടാർഗറ്റ്? ഹാലൻഡിന് കിട്ടുമല്ലോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. നിങ്ങൾക്ക് ആരെ കിട്ടിയെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്തായാലും ഫ്രീ സ്പിൻ എടുക്കാം ഗൈസ്. ഓക്കെ, ഹെർ വി ഗോ. ഫസ്റ്റ് ഫ്രീ സ്പിൻ അങ്ങനെ എടുത്തിട്ടുണ്ട് പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ. ഇതാരാണെന്ന് നോക്കാം ഗൈസ്. ഉള്ളിൽ പച്ച കളറൊക്കെ കാണുന്നുണ്ടല്ലോ. ഹാലൻഡാണോ? എടേ ഹാലൻഡ് ഇതാകോനാമി പ്ലീസ്. എടാ ഇത് എന്തോന്നാണാ ഗൈസ്? ആരാണ് ഇവനൊക്കെ? 17-ാം നമ്പർ. എനിക്ക് വേണ്ട. റൈറ്റ് വിങ്ങിനെ തന്നേക്കുന്നു ഗൈസ്. ഇവൻ്റെ പേരെന്താണ് എനിക്ക് വായിക്കാൻ പോലും പറ്റുന്നില്ല. എനിക്ക് വേണ്ടായിരുന്നു കൊനാമി. എന്തിനാണ്? ഉള്ളിൽ പച്ച കളറൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഹാലൻഡ് പറ്റുമായിരിക്കുമെന്ന്. പൊളിഫിക് വിങ്ങറാണ്. എനിക്ക് വേണ്ടായിരുന്നു ഗൈസ്. എനിക്ക് ഈ പ്ലെയറിനെ വേണ്ടായിരുന്നു. ഫ്രീ സ്പിൻ അങ്ങനെ തേഞ്ഞ് ഒട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും 100 കോയിൻ വെച്ച് കറക്കണമെന്നാണ് ഞാൻ ആലോചിക്കണേ. എന്തായാലും ഇപ്പോൾ ഒരു മാച്ചിൽ കളിച്ച് കഴിഞ്ഞാൽ 100 കോയിൻ എനിക്ക് സെറ്റാക്കാം. ഗൈസ്, ഞാൻ അങ്ങനെ 100 കോയിൻ കൊണ്ട് സെറ്റാക്കിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ഫ്രീ സ്പിന്നും പോയിട്ട് ഒരു 100 കോയിൻ എന്തായാലും നമുക്ക് ഇതിനകത്ത് സ്പിൻ എടുക്കാം. 700 കോയിൻ കിട്ടണത് കൊണ്ടാണ് ഗൈസ് ഞാൻ 100 കോയിൻ സ്പിൻ എടുക്കാമെന്ന് പറഞ്ഞ്. അല്ലെങ്കിൽ ഞാൻ 100 കോയിൻ കളയില്ല. കൊനാമി പ്ലേസ് ഹാലൻഡിനെ താടവൂ. ഹാലൻഡ് അല്ലെങ്കിൽ ഡോക്കു അല്ലെങ്കിൽ സാക്ക. ഇവർ 3 പേരിൽ ആരിലും ഒരാൾ എനിക്ക് തന്നേ പറ്റൂ കൊനാമി. 100 കോയിനാണ് ഞാൻ അങ്ങോട്ട് തരാൻ പോണത്. ചില്ലറ കാര്യമൊന്നുമല്ല. ഓക്കെ, ഈ 100 കോയിൻ ഉണ്ടാക്കപ്പെടുന്ന പാട് നമുക്കറിയാം. 700 കോയിന് പിന്നെ എന്തൊക്കെയോ കാണിച്ച് നമുക്കിന്ന് തന്നിട്ടുണ്ട്. പക്ഷേ നമ്മളത് ഒബ്ജക്റ്റീവ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് 700 കോയിൻ നമുക്ക് കയ്യിൽ കിട്ടുള്ളൂ ഗൈസ്. എന്തായാലും ഒബ്ജക്റ്റീവ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. നമുക്കെന്തായാലും കറക്കി നോക്കാം. 100 കോയിൻ അങ്ങനെ പോട്ടെ. 100 കോയിൻ പോട്ടെ, പവർ വരട്ടെ എന്നാണല്ലോ ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും നോക്കാം. ഹാലൻഡ് ഗൈസ്. ഈ ഹാലൻഡ് ഭയങ്കര സീൻ ഹാലൻഡാണ്. എൻ്റെ സെക്കൻഡ് അക്കൗണ്ടിൽ ഈ ഹാലൻഡ് ഉണ്ട് ഗൈസ്. ഞാൻ കളിപ്പിച്ച് നോക്കി, ഒരു രക്ഷയില്ലാത്ത കളിയാണ് കളിക്കണേ. ഗോൾ പോച്ചറാണ്. 103 റേറ്റഡാണ്. ബൂസ്റ്റർ കാർഡാണ്. എല്ലാമാണ്. എനിക്ക് ഹാലൻഡിനെ വേണം. കൊനാമി പ്ലീസ് ഈ 100 കോയിനാണ് ഞാൻ പൊട്ടിക്കോളൂ. പിന്നെ കോയിനൊന്നും ഞാൻ പൊട്ടിക്കുന്ന പ്രശ്നമില്ല. 100 കോയിനിൽ എനിക്ക് തന്നേക്കണം ഹാലൻഡിനെ. നമുക്കെന്തായാലും നോക്കാം ഹാലൻഡിനെ തരുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം ഗൈസ്. ഹെർ വി ഗോ. നമുക്കെന്തായാലും കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. കാരണം ഒരു രക്ഷയില്ലാത്ത കാർഡാണ് ഹാലൻഡിൻ്റെ. എന്തായാലും നോക്കാം. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് എന്തായാലും സ്പിൻ എടുക്കാം ഗൈസ്. ക്യാൻസൽ. ഓക്കെ, കൊനാമി പ്ലീസ് ചതിക്കരുത്. 100 കോയിൻ ഞാൻ കൊണ്ട് തരുന്നതാണ്. ഹെർ വി ഗോ. 100 കോയിൻ. ഓക്കെ, നമ്മളങ്ങനെ 100 കോയിൻ സ്പിൻ എടുത്തിരിക്കുകയാണ്. ഇതാരാണെന്നൊക്കെ നോക്കാം.
ഹിയർ വി ഗോ. ഹാലൻഡ്, ഹാലൻഡ്. എടാ ഉള്ളിൽ കളറൊന്നും ഇല്ലടാ ഗൈസ്. ഇത് ഏതോ അടി കിടക്കുന്ന ഏതോ ഒരു പ്ലെയറാണ്. എടാ വരയില്ലടാ. എടാ ഇംഗ്ലീഷിലേക്ക്. ഓ ഗൈസ്, നമുക്ക് കിട്ടിയത് മാർട്ടിനസിനെയാണ്. കൊനാമി വൈ? എനിക്ക് ഹാലൻഡിനെയാണ് വേണ്ടത്. പക്ഷേ കുഴപ്പമില്ല ഗൈസ്, എൻ്റെ ഒരു ഗോൾ കീപ്പർ അങ്ങനെ സെറ്റ് അല്ലായിരുന്നു. ടെർ സ്റ്റേഗൻ മാത്രമേ എൻ്റെ ഒരു ഗോൾ കീപ്പറായിട്ടുള്ളൂ. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല, നമുക്ക് കളിപ്പിച്ച് നോക്കാം. നോ പ്രോബ്ലം.